ഞാൻ മീശ വളർത്തി ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അന്ന് കട്ടി മീശയൊക്കെ വെച്ചിട്ടുന്ന ഹീറോസായ ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെ അവരൊക്കെ മീശ മാറ്റി. പുതിയ മുഖത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജ് മീശ മാറ്റിയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം വിത്തൗട്ട് മൊസ്റ്റാച്ച് ആണ്. മീശ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പറ്റും, പിന്നെ ഇങ്ങനെ ചെയ്യണം, അപ്പോഴും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും, പിന്നെ ആരെങ്കിലും അവിടെ എന്തുകൊണ്ട് മീശ എന്നൊക്കെ പറയും. മറ്റേതാണെങ്കിൽ ഒറ്റ വലിയാണ്, ചുണ്ടിൻ്റെ അവിടെ മീശ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായി, അവിടെ ഒന്നും പറ്റിയൊന്നും ഇരിക്കില്ല. അന്ന് ചിലപ്പം ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് എന്താണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഫിറ്റ് ആവുമെന്ന് ചിലപ്പോൾ തോന്നിക്കാണില്ലായിരിക്കും. ജാനകി ജാനകി പറഞ്ഞ സിനിമയിലും കുറച്ച് റൊമാൻറ്റിക് ആംഗിളൊക്കെ ഉണ്ടെങ്കിലും ഇതിലാണ് ഒരു ത്രൂ ഔട്ട് A to Z റൊമാൻസ് ഉള്ളത്. ഈ തുടക്കകാലത്തിൽ ചെയ്തിട്ടുള്ള ഇപ്പൊ മയൂഖത്തിലെ ആണെങ്കിലും അതിനുശേഷം ലയണിലാണെങ്കിലും ഒരു പ്രണയമുണ്ട് അതിനകത്ത്. പക്ഷെ ആ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടാണ് ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് വരുന്നത്. അത് കംപ്ലീറ്റ്ലി ആ ഒരു നടനെ തച്ചുടച്ച് വാർത്ത ഒരു ഫീലാണ് ആ ഒരു മാറ്റത്തിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ ആണെങ്കിലും ഇപ്പം 1983 പപ്പനാണെങ്കിലും അങ്ങനെ കഥാപാത്രങ്ങളെല്ലാം പലത് പരീക്ഷിക്കുന്നുള്ളപ്പോഴും പ്രണയം അത്ര സജീവമായിട്ട് പരീക്ഷിക്കാൻ ശ്രമിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അതിനുള്ള ധൈര്യം എപ്പോഴാണോ വരുന്നത്? ധൈര്യത്തിൻ്റെ അല്ല, എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മൾ സർവൈവറാണല്ലോ സിനിമയിൽ, നമ്മൾ സർവൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അപ്പോൾ അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അന്ന് ചിലപ്പം അന്നത്തെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ സംവിധായകർക്ക് ചിലപ്പോൾ തോന്നിക്കാണും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എനിക്ക് സൂട്ടബിൾ. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് മീശയും താടിയും ഞാൻ വയ്ക്കാറില്ലായിരുന്നു. എനിക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻ കൾച്ചറായിരുന്നു. എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം വിത്തൗട്ട് മൊസ്റ്റാച്ച് ആണ്. മീശ ഉണ്ടെങ്കിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പറ്റും, പിന്നെ ഇങ്ങനെ ചെയ്യണം, അപ്പോഴും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കും, പിന്നെ ആരെങ്കിലും അവിടെ എന്തുകൊണ്ട് മീശ എന്നൊക്കെ പറയും. മറ്റേതാണെങ്കിൽ ഒറ്റ വലിയാണ്, ചുണ്ടിൻ്റെ അവിടെ മീശ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനായി, അവിടെ ഒന്നും പറ്റിയൊന്നും ഇരിക്കില്ല. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മീശയിലൊക്കെ പറ്റിയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്നോട് ആൾക്കാർ പറഞ്ഞു ഈ പോലീസ് വേഷമൊക്കെ കിട്ടണമെങ്കിൽ, അപ്പോൾ ഈ പോലീസ് വേഷങ്ങൾ മിക്കവാറും സിനിമകളിൽ ശക്തമായ വേഷങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടണമെങ്കിൽ മീശ വളർത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അന്നത്തെ പത്മനാഭൻ സാറും ഒക്കെ അവരൊക്കെ ക്ലീൻ ഷേവനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ മലയാളത്തിൽ മാത്രം ഇത് മീശ വേണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട്. പക്ഷെ പിന്നെ കിട്ടണമല്ലോ, അതിനുവേണ്ടി പിന്നെ മീശയൊക്കെ വളർത്തി. ഞാൻ മീശ വളർത്തി ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അന്ന് കട്ടി മീശയൊക്കെ വെച്ചിട്ടുന്ന ഹീറോസായ ജയസൂര്യയും പൃഥ്വിരാജും ഒക്കെ അവരൊക്കെ മീശ മാറ്റി. പുതിയ മുഖത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജ് മീശ മാറ്റിയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജയസൂര്യ മീശ മാറ്റിയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മീശ വയ്ക്കാനും തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അത് ഞാൻ ഓൾഡി ആയി ആക്ച്വലി എൻ്റെ അടുത്ത് കറക്റ്റ്. ഞാൻ അന്നത്തെ ന്യൂ ജനറേഷൻ കറക്റ്റായിരുന്നു. മീശയും ക്ലീൻ ഷേവായിട്ടുള്ള മീശ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ക്വസ്റ്റ്യനും തരത്തില്ല. റൊമാൻറ്റിക്. അപ്പം അന്ന് ചിലപ്പം ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് എന്താണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഫിറ്റ് ആവുമെന്ന് ചിലപ്പോൾ തോന്നിക്കാണില്ലായിരിക്കും. പിന്നെ ഒരു പരിധിവരെയും ഹീറോസിനാണ് ഈ റൊമാൻറ്റിക് മൂവിൽ ഹീറോയിനാണല്ലോ റൊമാൻസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പിന്നെ ഒരു സപ്പോർട്ടിങ് റോള് ചെയ്യുന്നൊരു ആക്ടറാണ്. ഫസ്റ്റ് ഓടെ കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും സിനിമകളൊക്കെ ഒരു 3-4 അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ പിന്നെ സപ്പോർട്ടിങ് റോൾസാണ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് വരെ സപ്പോർട്ടിങ് റോൾസ് ആയിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഈ സപ്പോർട്ടിങ് റോൾസിൽ ഈ റൊമാൻറ്റിക് ആംഗിൾ സിനിമയിൽ കുറച്ച് കുറവാണ് എപ്പോഴും, അല്ലേ? എപ്പോഴും ലീഡ് റോൾസ് ചെയ്യുന്നവർക്കല്ലേ റൊമാൻറ്റിക് ആംഗിൾ വരുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ലീഡ് റോൾസ് വരാൻ തുടങ്ങി, അതോടെ സപ്പോർട്ടിംഗ് റോൾസ് കുറയുകയും ചെയ്തു കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് വന്നു. ഇപ്പം ജാനകി ജാനകി പറഞ്ഞ സിനിമയിലും കുറച്ച് റൊമാൻറ്റിക് ആംഗിളൊക്കെ ഉണ്ടെങ്കിലും ഇതിലാണ് ഒരു ത്രൂ ഔട്ട് A to Z റൊമാൻസ് ഉള്ളത്. അതിനു വേണ്ടിയിട്ട് അഭിലാഷിന്റെ യാത്രയാണ്. യാത്ര വെച്ചാൽ സിനിമയിൽ യാത്ര എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ആ കഥയിലുള്ള യാത്ര, ക്യാരക്ടറിന്റെ ജേണിയാണ്. അതെ,